വികസനത്തിന്റെ നാൾവഴികളിൽ വിജയാക്ഷരങ്ങൾ കൊണ്ട് ചരിത്രം രചിക്കുകയാണ് നിലമ്പൂർ നഗരസഭ. വികസന സ്വപ്നങ്ങളുടെ വഴിത്താരയിൽ മറ്റ് നഗരങ്ങളോടൊപ്പം ഒരുപക്ഷെ അവയ്ക്ക് മുൻപേ അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ് ഇന്ന് നിലമ്പൂർ. ശ്രീ ആര്യാടൻ ഷൌക്കത്ത് നേതൃത്വം നൽകുന്ന നിലമ്പൂർ നഗരസഭയുടെ വികസന സങ്കല്പങ്ങൾ വൈവിധ്യം നിറഞ്ഞതും ദീർഘവീക്ഷണം ഉള്ളവയുമാണ്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ച് മുന്നേറുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് അത്. പശ്ചാത്തല വികസനത്തോടൊപ്പം സാധാരണക്കാർക്ക് ഒരു പുതുജീവൻ സമ്മാനിക്കുകയാണ് ഇവിടെ നിലമ്പൂർ നഗരസഭ. പട്ടിണിയും ദാരിദ്ര്യവും പൂർണ്ണമായും തുടച്ചു നീക്കി. ദളിത് ആദിവാസി സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തി. ബാല്യവിവാഹം പൂർണ്ണമായും ഇല്ലാതാക്കി. കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി. രോഗികൾക്കും അവശത അനുഭവിക്കുന്നവർക്കും സാന്ത്വനമേകി. സ്വപ്നം കാണുന്നവർക്ക് ചിറകുകൾ നൽകി. അങ്ങനെ മുന്നോട്ട്. കാനനക്കാഴ്ചയുടെ മനോഹാരിതയിൽ നിറഞ്ഞു നിൽക്കുന്ന തേക്കിന്റെ നാടായ നിലമ്പൂരിലേക്ക് കടന്നുവരുന്ന പ്രവേശന കവാടം ഇന്ന് ആരെയും ആകർഷിക്കുന്ന പുത്തൻ ഭാവങ്ങളിലാണ്. ഇവിടെ 7.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വടപുറം പാലം നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. മുമ്പ് ഒരു മാലിന്യ കൂമ്പാരമായിരുന്ന വടപുറം പാലത്തിനോട് ചേർന്ന സ്ഥലത്ത് ഗേറ്റ് വേ ഓഫ് നിലമ്പൂർ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി റോഡിനിരുവശവും ടൈലുകൾ പാകി മനോഹരമാക്കി സഞ്ചാരികൾക്ക് വിശ്രമ സൗകര്യമൊരുക്കി. ഇവിടെ ചിൽഡ്രൻസ് പാർക്ക്, ആംഫി തിയേറ്റർ അടക്കമുള്ളവയുടെ പ്രവൃത്തി പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും കേരളത്തിന്റെ കിഴക്ക് നിന്നുള്ള പ്രവേശന കവാടമായ നിലമ്പൂരിൽ നിന്നും വേണ്ടത്ര ബസ് സർവീസുകളില്ലാത്തത് സാധാരണക്കാർക്കും സഞ്ചാരികൾക്കും ഏറെ ദുരിതം സമ്മാനിച്ചിരുന്നു. ഇതിന് പരിഹാരമായി അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിന് കോടതിപ്പടിയിൽ 6.25 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 38,642 ചതുരശ്ര അടിയിൽ 3 നിലകളിലായി പ്രകൃതി സൗഹൃദ രീതിയിലാണ് ബസ് ടെർമിനൽ ഉയരുന്നത്. യാത്രക്കാരുടെ സുരക്ഷിത സഞ്ചാരവും അവശ്യ സൗകര്യങ്ങളും ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് നിലമ്പൂർ ജനതയുടെ 4 പതിറ്റാണ്ട് കാലത്തെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് ചെട്ടിയങ്ങാടിയിൽ ഉയർന്ന ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ജവഹർലാൽ നെഹ്റു മുനിസിപ്പൽ ബസ് ടെർമിനൽ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഈ ബസ് ടെർമിനൽ നാടിന് സമർപ്പിച്ചത്. 7.5 കോടി മതിപ്പ് വിലയുള്ള ഈ സ്ഥലം കളറിക്കാട് അബൂബക്കർ എന്ന വ്യക്തി സൗജന്യമായി നൽകുകയായിരുന്നു. 1,10,00,000 രൂപ ചെലവിലാണ് ഈ ആധുനിക ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് വൻകിട പദ്ധതികളിലൂടെ നിലമ്പൂരിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ആക്കം കൂട്ടുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇന്നാട്ടിലെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ജനവിഭാഗത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തനതായ പദ്ധതികളാണ് നിലമ്പൂർ നഗരസഭ നടപ്പിലാക്കിയത്. അവശത അനുഭവിക്കുന്ന സ്ത്രീകൾ, ദളിത് ആദിവാസി വിഭാഗം, രോഗികൾ, വിദ്യാർത്ഥികൾ, സ്വന്തമായി കിടപ്പാടമില്ലാത്തവർ, വയോജനങ്ങൾ എന്നിവർക്കാണ് പദ്ധതികളിൽ ഏറ്റവുമധികം പ്രാധാന്യം നൽകിയിരിക്കുന്നത്. എക്കാലത്തും വികസനത്തിന്റെ പിന്നാമ്പുറത്തായിരുന്ന ദളിത് ആദിവാസി സമൂഹം ഇന്ന് നിലമ്പൂരിൽ മുഖ്യധാരയ്ക്കൊപ്പം മുന്നേറുകയാണ്. ദളിത് ആദിവാസി വിഭാഗത്തിന്റെ സാംസ്കാരിക തനിമ ഒട്ടും ചോർന്നു പോകാതെ തന്നെ ഇവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയ നഗരസഭയുടെ ഒപ്പത്തിനൊപ്പം പദ്ധതിയുടെ കൈത്താങ്ങിലാണ് ഇവർ ഈ പുതിയ മുന്നേറ്റം നടത്തുന്നത്. ആദിവാസി കോളനികളിൽ നിന്നും ഒരു പുതുതലമുറ ഉന്നത ബിരുദം സമ്പാദിച്ച് ഉയർന്ന ജോലി നേടുന്നതിനുള്ള ആദ്യ പടികൾ സധൈര്യം ചവിട്ടിക്കയറിക്കഴിഞ്ഞു. മുക്കറശ്ശി കോളനിയിൽ നിന്നും ഡിഗ്രിക്ക് പഠിക്കുന്ന സന്ധ്യയും പാലേങ്കര കോളനിയിൽ നിന്നും TTC പാസായ ജിനുമോളും നിലമ്പൂരിന്റെ ആകെ അഭിമാനമാണ്. നിലമ്പൂരിലെ കോളനികളിൽ നിന്ന് ഒട്ടിയ വയറുമായി കിലോമീറ്ററുകളോളം നടന്ന് കുട്ടികൾ സ്കൂളിൽ പോയിരുന്നത് ഇന്നൊരു പഴങ്കഥ മാത്രം. അവർ ഇന്ന് നഗരസഭയുടെ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി വിളമ്പുന്ന പ്രഭാത ഭക്ഷണം വയറു നിറയെ കഴിച്ച് നഗരസഭ നൽകിയ പുത്തൻ യൂണിഫോം ധരിച്ച് നഗരസഭ ഒരുക്കിയ വാഹനങ്ങളിൽ ആഹ്ലാദത്തോടെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തുന്ന ഈ കുട്ടികൾക്ക് ട്യൂഷൻ നൽകാനും ഇവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും നഗരസഭയിലെ 16 കോളനികളിലും ഇന്ന് ഫെസിലിറ്റേറ്റർമാരുണ്ട്. സ്കൂളുകളിൽ നിന്ന് ഇന്ന് ഒറ്റ കുട്ടി പോലും ഇടയ്ക്ക് പഠനം നിർത്തി കൊഴിഞ്ഞുപോകുന്നില്ല. കോളനി നിവാസികളുടെ ആരോഗ്യ സംരക്ഷണം നിലമ്പൂർ നഗരസഭയുടെ പ്രഥമ പരിഗണനകളിലൊന്നാണ്. ഇതിനായി കോളനികൾ തോറും കൃത്യമായ ഇടവേളകളിൽ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തിവരുന്നു. ആരോഗ്യമുള്ള ജനതയാണ് ഒരു നാടിന്റെ സമ്പത്ത്.
നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള രാജ്യറാണി എക്സ്പ്രസിലെ ചില കമ്പാർട്ട്മെന്റുകൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് ചികിത്സ തേടി തലസ്ഥാനത്തേക്ക് പോകുന്നവരുടെ കൊടിയ വേദന പേറുന്നവയാണ്. ഇതിന് അറുതി വരുത്തണമെങ്കിൽ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുകയും ഫലപ്രദമായ ചികിത്സ നൽകുകയും വേണം. നിലമ്പൂർ നഗരസഭ ഇക്കാര്യത്തിൽ രാജ്യത്തിനു തന്നെ മാതൃകയാവുന്ന തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു നഗരസഭയിലെ മുഴുവൻ ആളുകളുടെയും ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സൗഖ്യം എന്ന പേരിൽ ഒരു സമഗ്ര ആരോഗ്യ പരിപാലന പദ്ധതി നിലമ്പൂർ നഗരസഭ നടപ്പിലാക്കി. നഗരസഭയിലെ ഓരോ കുടുംബാംഗത്തെയും നേരിൽ കണ്ട് പരിശോധന നടത്തി ഓരോരുത്തരുടെയും വിശദമായ ഓൺലൈൻ ആരോഗ്യരേഖ തയ്യാറാക്കി അവർക്ക് ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കി. സൗഖ്യം പദ്ധതിയുടെ പ്രചാരണത്തിനായി 10,000-ലേറെ പേർ പങ്കെടുത്ത വാക്കത്തോൺ സംഘടിപ്പിച്ചു. നിലമ്പൂർ നഗരസഭയുടെ സൗഖ്യം പദ്ധതി ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട ആരോഗ്യ പദ്ധതിയുടെ ഒരു പൈലറ്റ് പ്രോജക്റ്റായി അംഗീകരിച്ചു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് എഴുതുന്ന മരുന്നുകൾ പാവപ്പെട്ടവർക്ക് സൗജന്യമായി ലഭ്യമാക്കാൻ ജില്ലാ ആശുപത്രിയിൽ സൗഖ്യം പ്രത്യേക മരുന്ന് വിതരണ കൗണ്ടർ ആരംഭിച്ചു. ഇതിനു പുറമെ നിലമ്പൂർ നഗരസഭയിലെ ഒറ്റപ്പെട്ട വനിതകളുടെയും 35 വയസ്സു കഴിഞ്ഞ വിവാഹിതരുടെയും വിവാഹ ചൂഷണങ്ങൾക്ക് ഇരയായവരുടെയും ആരോഗ്യരക്ഷ സഹജ എന്ന പദ്ധതിയിലൂടെ നഗരസഭ ഏറ്റെടുത്തു. കിടപ്പിലായ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് പരിരക്ഷാ പദ്ധതി നടപ്പാക്കി. വാർദ്ധക്യകാല സുരക്ഷാ പദ്ധതിയിലൂടെ 60 വയസ്സു കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്കും SC വനിതാ സുരക്ഷാ പദ്ധതിയിലൂടെ SC വനിതകൾക്കും സൗജന്യ ചികിത്സയും മരുന്നും ലഭ്യമാക്കി. കിടപ്പിലായ രോഗികൾക്ക് ചികിത്സയും മരുന്നും നൽകുന്നതായിരുന്നു സ്വസ്ഥം എന്ന പദ്ധതി. ബാല്യസുരക്ഷാ പദ്ധതിയിലൂടെ അംഗൻവാടി മുതൽ 7ാം ക്ലാസ് വരെയുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സൗജന്യ ചികിത്സയും മരുന്നും എത്തിച്ചു. നഗരസഭയുടെ പ്രത്യേക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്. RSPY കാർഡുള്ളവർക്ക് 30,000 രൂപയ്ക്ക് പുറമെ 60,000 രൂപയുടെ അധിക ചികിത്സ കൂടി നൽകുന്നു. ജില്ലാ ആശുപത്രി ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നവീകരിച്ചു. സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കുന്നതാണ് ഇന്ന് ഇവിടുത്തെ ICU. ആധുനിക ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഇവിടെ നിലവിൽ വന്നു. പുതിയ ഹോമിയോ ഡിസ്പെൻസറിയും നിലമ്പൂരിൽ യാഥാർത്ഥ്യമാക്കി. വിശക്കുന്ന വയറുമായി ആരും ഇന്ന് നിലമ്പൂരിൽ കിടന്നുറങ്ങുന്നില്ല. വില കൂടിയ മരുന്നുകൾ വാങ്ങാൻ പണമില്ലാതെ ഒരു ക്യാൻസർ രോഗിയുടെയും ചികിത്സ മുടങ്ങുന്നുമില്ല. മതിയായ വസ്ത്രങ്ങളില്ലാത്ത ഒരൊറ്റ കുടുംബം പോലും നിലമ്പൂർ നഗരസഭയിൽ ഇന്നില്ല. വിശക്കുന്നവർക്ക് മുന്നിൽ ഭക്ഷണമായും ക്യാൻസർ രോഗികൾക്ക് മരുന്നായും വസ്ത്രങ്ങളില്ലാത്തവർക്ക് മുന്നിൽ പുതുവസ്ത്രങ്ങളായും നിലമ്പൂർ നഗരസഭയുടെ സ്നേഹപ്പത്തായം പദ്ധതി തുറന്നു. ജനങ്ങളിൽ നിന്നും വിഭവങ്ങൾ സമാഹരിച്ചാണ് അർഹരായവർക്ക് നഗരസഭ അത് എത്തിച്ചു നൽകുന്നത്. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് അരിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെ 14 ഇനം സാധനങ്ങൾ പ്രത്യേകം കാർഡ് വഴി വിതരണം ചെയ്യുന്നു. നല്ല വസ്ത്രമില്ലാത്തവർക്ക് 2 ജോഡി വസ്ത്രങ്ങൾ വീതം നൽകി. ക്യാൻസർ രോഗികൾക്കാവശ്യമായ വില കൂടിയ മരുന്നുകൾ കാരുണ്യ ഫാർമസി വഴി സൗജന്യമായി വീട്ടിലെത്തിച്ചു നൽകുന്നു. കാരുണ്യക്കടലായ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും നിലമ്പൂരുകാരനായ ലോകപ്രസിദ്ധ മജീഷ്യൻ ശ്രീ ഗോപിനാഥ് മുതുകാടും ചേർന്നാണ്. ഇവിടുത്തെ സാധാരണക്കാരന്റെ ചികിത്സയ്ക്ക് ഏക ആശ്രയമായ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കഴിഞ്ഞ 6 വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെ സൗജന്യ ഉച്ചഭക്ഷണം നൽകി വരുന്നു. നിലമ്പൂർ നഗരസഭ ആവിഷ്കരിച്ചു നടപ്പാക്കിയ വിശപ്പുരഹിത നഗരം പദ്ധതിയിലൂടെ നഗരത്തിൽ വിശന്നിരിക്കുന്ന ആർക്കും ഇവിടെ എത്തിയാൽ സൗജന്യ ഉച്ചഭക്ഷണം ലഭിക്കും. വൃക്കരോഗ ചികിത്സയിലെ ഏറ്റവും ചെലവേറിയ ചികിത്സാഘട്ടമാണ് ഡയാലിസിസ്. ഇതിനായി നിലമ്പൂർ മേഖലയിലെ വൃക്കരോഗികൾ കാലങ്ങളായി ആശ്രയിച്ചിരുന്നത് കോഴിക്കോട്ടെയും പെരിന്തൽമണ്ണയിലെയും വൻകിട ആശുപത്രികളെയാണ്. ഇവർക്ക് ആശ്വാസമേകിക്കൊണ്ട് നിലമ്പൂർ നഗരസഭ ഇന്നാട്ടിലെ സുമനസ്സുകളുടെ സഹായത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി ഒരു താലൂക്ക് ആശുപത്രിയിൽ കിഡ്നി ഡയാലിസിസ് സെന്ററിന് നിലമ്പൂരിൽ തുടക്കമിട്ടു. 50 ലക്ഷത്തോളം രൂപയാണ് ഡയാലിസിസ് സെന്ററിന്റെ ഒരു വർഷത്തെ പ്രവർത്തന ചെലവ്. പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന സംഭാവനകളിലൂടെയാണ് നഗരസഭ ഇതിനായുള്ള പണം കണ്ടെത്തുന്നത്. മരുന്ന് കമ്പനികളുടെയും വിതരണക്കാരുടെയും ചൂഷണം കാരണം തീവില നൽകി ജീവൻ രക്ഷാ മരുന്നുകൾ വാങ്ങേണ്ട അവസ്ഥയാണ് ഇന്ന് രോഗികൾക്ക്. ഇതിനു പരിഹാരമായി സംസ്ഥാനത്ത് ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാരുണ്യ ഫാർമസി ആരംഭിച്ചപ്പോൾ
കേരളത്തിൽ രണ്ടാമതായി കാരുണ്യ ഫാർമസി നിലവിൽ വന്നത് നിലമ്പൂരിലാണ്. അവശ്യ മരുന്നുകൾക്ക് ഇവിടെ 80% വരെ വിലക്കുറവ് ലഭിക്കുന്നത് നിലമ്പൂരിലെ രോഗികൾക്ക് ഏറെ ആശ്വാസം നൽകുന്നു. അടിക്കടിയുള്ള പൈപ്പ് പൊട്ടലും കുടിവെള്ളം മുടങ്ങലുമെന്ന ദുരിതത്തിൽ നിന്ന് നിലമ്പൂർ ജനതയ്ക്ക് മോചനമായി. നിലമ്പൂർ നഗരസഭയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി ആവിഷ്കരിച്ച സമഗ്ര കുടിവെള്ള പദ്ധതി നാടിനായി സമർപ്പിച്ചു. നഗരസഭയിലെ കുന്നിൻ പുറങ്ങളിൽ പോലും 24 മണിക്കൂറും ശുദ്ധീകരിച്ച കുടിവെള്ളമെത്തിക്കുന്ന പദ്ധതി കമ്മീഷൻ ചെയ്തു. പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചാൽ ഉടൻ നിലമ്പൂരിൽ എല്ലായിടത്തും ഇടതടവില്ലാതെ ശുദ്ധജലം ലഭിക്കും. 28 കോടി 33 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഇത്. വൈദ്യുതി ബില്ലടയ്ക്കൽ തുടങ്ങി വൈദ്യുതി ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾക്കായി നെട്ടോട്ടമോടേണ്ട അവസ്ഥയിലായിരുന്നു നിലമ്പൂർക്കാർ ഇതുവരെ. ആ ബുദ്ധിമുട്ടുകൾ ഇനിയില്ല. നിലമ്പൂരിലെ വൈദ്യുതി ഓഫീസുകളെല്ലാം ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് മിനി വൈദ്യുതി ഭവൻ ഇവിടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. നിലമ്പൂർ നഗരസഭ മുൻകൈയെടുത്ത് നടപ്പാക്കിയ ഈ മിനി വൈദ്യുതി ഭവൻ വൈദ്യുത ഉപഭോക്താക്കൾക്ക് അവരുടെ വൈദ്യുതി സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും പരിഹാരമേകുന്നു. ഇതിനു പുറമെ വോൾട്ടേജ് ക്ഷാമവും അടിക്കടി വൈദ്യുതി മുടക്കവും പോലുള്ള നിലമ്പൂർ മേഖലയിലെ വൈദ്യുതി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായി 100 കോടി രൂപയുടെ പുതിയൊരു പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. 2 സെന്റിലും 3 സെന്റിലും വീട് വെച്ച് താമസിക്കുന്ന പാവങ്ങൾക്ക് ഒരംഗം മരണപ്പെട്ടാൽ അന്തിമ കർമ്മങ്ങൾക്ക് സ്ഥലമില്ലാത്ത ദയനീയമായ അവസ്ഥയായിരുന്നു കുറച്ചുനാൾ മുമ്പ് വരെ നിലമ്പൂരിൽ. ഇപ്പോൾ നഗരസഭ മുൻകൈയെടുത്ത് ശ്രീ MI ഷാനവാസിന്റെ MP ഫണ്ടിന്റെ സഹായത്തോടെ നിലമ്പൂർ കോടതിക്ക് സമീപം ഒരു ആധുനിക വാതക ശ്മശാനം നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിലെ ആദ്യ ആധുനിക മത്സ്യമാംസ മാർക്കറ്റ് നഗരസഭയുടെ വികസന ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലാണ്. മത്സ്യമൊത്ത വിതരണത്തിനും ചില്ലറ വിൽപ്പനയ്ക്കുമുള്ള സൗകര്യം, മലിനജലം സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്ന ആധുനിക സംവിധാനം എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 4 PWD റോഡുകൾ മാത്രമുണ്ടായിരുന്ന നഗരസഭയിൽ 5 വർഷം കൊണ്ട് 31 കോടിയുടെ 6 പുതിയ PWD റോഡുകൾ നിലവിൽ വന്നു. ഇവയിൽ 5 എണ്ണം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു കഴിഞ്ഞു. ഇവയ്ക്ക് പുറമെ 180-ൽ പരം മുനിസിപ്പൽ റോഡുകൾ പൂർത്തിയായി. 150-ലധികം കോൺക്രീറ്റ് റോഡുകളും യാഥാർത്ഥ്യമായി. ഗതാഗത രംഗത്തു മാത്രം 108 കോടി രൂപയുടെ വികസനമാണ് നടപ്പാക്കിയത്. വാഹന സംബന്ധമായ ചെറിയ കാര്യങ്ങൾക്ക് പോലും മലപ്പുറത്തേക്ക് ഓടേണ്ട ദുരിതത്തിന് പരിഹാരമായി നിലമ്പൂരിൽ ഒരു സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ആരംഭിച്ചു. ജനങ്ങൾക്ക് നഗരസഭയിൽ നിന്നുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി ശീതീകരിച്ച ഒരു ജനസേവന കേന്ദ്രം തുറന്നു. ഇന്ന് നിലമ്പൂരിലെ വയോജനങ്ങൾ സന്തുഷ്ടരാണ്. അവർക്ക് സൗജന്യമായി മരുന്നും കൂടാതെ വായിച്ചിരിക്കാനും ചെറിയ പരിശീലനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് സൊറ പറയാനും ഒരിടം ലഭിച്ചിരിക്കുന്നു. പകൽ വീട്. വയോജനങ്ങൾക്ക് സന്തോഷകരമായ വിശ്രമ ജീവിതം സമ്മാനിക്കുന്നതിന് നഗരസഭ മുൻകൈയെടുത്ത് ആരംഭിച്ചതാണ് ഈ പകൽ വീട്. 60 വയസ്സ് കഴിഞ്ഞ 2000-ഓളം പേർ അംഗങ്ങളായിട്ടുള്ള നിലമ്പൂർ സീനിയർ സിറ്റിസൺസിനാണ് പകൽ വീടിന്റെ നടത്തിപ്പ് ചുമതല. വാർദ്ധക്യത്തിന്റെ അവശതകൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം നഗരസഭ ഏറ്റെടുത്തിരിക്കുകയാണ്. വയോമിത്രം എന്ന പദ്ധതിയിലൂടെ 60 വയസ്സ് കഴിഞ്ഞവരെ അവരുടെ വീടിനടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറും മെഡിക്കൽ സംഘവും പരിശോധിച്ച ശേഷം സൗജന്യമായി മരുന്നുകൾ നൽകുന്നു. നമ്മുടെ മക്കൾക്ക് ജീവിതത്തിലെ ചെറിയ വെല്ലുവിളികളെപ്പോലും മുൻപ് അതിജീവിക്കാൻ കഴിയുമായിരുന്നില്ല. ഇംഗ്ലീഷ് വിഷയത്തിൽ നല്ല മാർക്ക് കിട്ടിയിരുന്നിട്ടും അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. സംഗീതത്തിലും നൃത്തത്തിലുമൊക്കെ വാസനയുണ്ടായിരുന്നെങ്കിലും പക്ഷേ പരിശീലനത്തിന് അവർക്ക് അവസരമുണ്ടായിരുന്നില്ല. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം തേടി വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ ഇടപെടലാണ് നിലമ്പൂർ നഗരസഭ നടത്തിയത്. നിലമ്പൂരിലെ ആദ്യ സ്കൂളായ മാനവേദൻ സ്കൂളിൽ നടപ്പാക്കിയ സദ്ഗമയ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ നിലമ്പൂരിലെ മുഴുവൻ സ്കൂളുകളുടെയും സമഗ്ര വികസനമാണ് നഗരസഭ ലക്ഷ്യമിട്ടത്. ക്ലബ്ബ് പ്രവർത്തനം, യോഗ പരിശീലനം, തൈക്കോണ്ട പരിശീലനം തുടങ്ങിയവയിലൂടെ കുട്ടികളുടെ മാനസിക ശാരീരിക വികാസം ഉറപ്പുവരുത്തി. ഈ പരിശീലനങ്ങൾ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നഗരസഭ ഇംഗ്ലണ്ടിൽ നിന്നും അധ്യാപകരെ കൊണ്ടുവന്നു. ഇംഗ്ലീഷ് മാതൃഭാഷയായവരിൽ നിന്ന് തന്നെ ഇംഗ്ലീഷ് പഠിച്ച മാനവേദൻ സ്കൂളിലെ ഈ കുട്ടികൾ ഇന്ന് ഒട്ടും സങ്കോചമില്ലാതെ അനായാസമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇതും അവരുടെ ആത്മവിശ്വാസത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു.
കേരളത്തിലെ ഒരു സർക്കാർ സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് ലഭിക്കാത്ത സൗഭാഗ്യമാണ് ഈ കുട്ടികൾക്ക് കിട്ടിയത്. ക്ലാസ് മുറികൾ മൾട്ടിമീഡിയ സംവിധാനത്തിലൂടെ സ്മാർട്ട് ക്ലാസ് മുറികളായി. പുതിയ കെട്ടിടങ്ങൾ, ആംഫി തിയേറ്റർ, ആർട്ട് ഹൌസ്, സിന്തറ്റിക് ഇൻഡോർ സ്റ്റേഡിയം, പുതിയ ടോയ്ലറ്റ് കോംപ്ലക്സ്, ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ്, ശാരീരികമായി വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ടോയ്ലറ്റ് എന്നിവ സജ്ജമാക്കി. സ്കൂൾ മുറ്റം ടൈൽ പാകി പുല്ലുവിരിച്ച് മനോഹരമാക്കി. സദ്ഗമയുടെ ചിറകിലേറി മാനവേദൻ സ്കൂൾ SSLC പരീക്ഷയിൽ ചരിത്ര വിജയം നേടി. ഇന്ത്യയിലാദ്യമായി ശിശുസൗഹൃദ നഗരമായി പ്രഖ്യാപിച്ചത് നിലമ്പൂരിനെയാണ്. യുണിസെഫിന്റെ സഹായത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ ഈ നാടിന്റെ ശാപമായിരുന്ന ബാല്യവിവാഹം തുടച്ചു നീക്കുവാനും സാധിച്ചു. മാനവേദൻ സ്കൂളിൽ സംഘടിപ്പിച്ച സ്കൂൾ പാർലമെന്റ് ഇത് സംബന്ധിച്ച ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും വേദിയായി. ജ്യോതിർഗമയ പദ്ധതിയിലൂടെ സമ്പൂർണ്ണ 4ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത നേടിയ രാജ്യത്തെ ആദ്യ ഗ്രാമപഞ്ചായത്ത് എന്ന നേട്ടത്തിൽ നിന്ന് ഇപ്പോൾ നിലമ്പൂർ എല്ലാവർക്കും 10ാം ക്ലാസ് യോഗ്യതയുള്ള ഇന്ത്യയിലെ ആദ്യ നഗരസഭയായി മാറിക്കഴിഞ്ഞു. സമീക്ഷ എന്ന വിദ്യാഭ്യാസ പദ്ധതിയിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. 8ലും 9ലും വെച്ച് നിർബന്ധിത വിവാഹത്തിന് വിധേയരായും ദാരിദ്ര്യം കൊണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവരുമായവരെ കൈപിടിച്ചു കൊണ്ടുവന്ന് അവരുടെ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ ക്ലാസുകൾ നടത്തിയാണ് അവർക്ക് 10ാം ക്ലാസ് തുല്യത നേടിക്കൊടുത്തത്. 1696 പേർ 10ാം ക്ലാസ് തുല്യത പരീക്ഷ എഴുതിയപ്പോൾ ഇതിൽ 96% പേരും വിജയിച്ചു. ഇന്ന് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ ഡിഗ്രി വരെ എത്തിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അക്ഷരങ്ങൾ അതിജീവനത്തിന്റെ ആയുധങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ ഇവർക്കു വേണ്ടി പഠനത്തോടൊപ്പം ജീവിക്കാനൊരു തൊഴിലും നേടുന്നതിനായി നിലമ്പൂരിൽ വഴികാട്ടി കമ്മ്യൂണിറ്റി കോളേജ് ആരംഭിച്ചു. നമ്മുടെ യുവതയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ, ഒരു തൊഴിൽ ചെയ്ത് കുടുംബം പുലർത്താൻ അവരെ പ്രാപ്തരാക്കുന്ന ഒരു തൊഴിലധിഷ്ഠിത കോളേജ് ആരംഭിച്ച കേരളത്തിലെ ഏക നഗരസഭയാണ് നിലമ്പൂർ. ഇതിനകം 1000ഓളം പേർ പഠിച്ചിറങ്ങിയപ്പോൾ 650ലേറെ പേർക്ക് ജോലിയും ലഭിച്ചു. കമ്മ്യൂണിറ്റി കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭ യുവാക്കൾക്ക് PSC പരിശീലനം ഏർപ്പെടുത്തി. ഇതിലൂടെ ഇതിനകം 300ഓളം പേർ വിവിധ സർക്കാർ ജോലികളിൽ പ്രവേശിച്ചു. സ്ത്രീ ശാക്തീകരണത്തിനും സംരക്ഷണത്തിനും നിലമ്പൂർ നഗരസഭ വലിയ പ്രാധാന്യമാണ് നൽകിയത്. അടുക്കളയിൽ ഒതുങ്ങി നിന്നിരുന്ന സ്ത്രീകൾ കുടുംബശ്രീയുടെ തൊഴിൽ സംരംഭങ്ങളിലൂടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്തു നേടി. ഫ്രഷ് മിൽക്ക്, കോൺക്രീറ്റ് മതിൽ നിർമ്മാണം, ഡെന്റൽ ക്ലിനിക് തുടങ്ങി എഡിറ്റിംഗ് സ്റ്റുഡിയോ വരെയുള്ള 250ഓളം സംരംഭങ്ങളാണ് കുടുംബശ്രീയുടെ കീഴിൽ ഉള്ളത്. പഞ്ചായത്തായിരുന്നപ്പോൾ 100ൽ താഴെ മാത്രം കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 483 അയൽക്കൂട്ടങ്ങളുണ്ട്. മക്കളെ കല്യാണം ചെയ്തയക്കാൻ വേണ്ട ഭാരിച്ച ചെലവ് താങ്ങാനാവാതെ കുറഞ്ഞ ചെലവിൽ മൈസൂർ കല്യാണത്തിനും മറ്റ് വിവാഹ ചൂഷണങ്ങൾക്കും വിധേയരായ നിരവധി പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട്. കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ പോലും കഴിയാതെ മൊഴിചൊല്ലിയ ഭർത്താവിന്റെ കയ്യിൽ നിന്നും ചെലവിന് കിട്ടാൻ കേസ് കൊടുത്ത് കുടുംബ കോടതിക്ക് മുന്നിൽ കാത്തുനിൽക്കുന്നവരുടെ എണ്ണം ഏറെയാണ്. ഇവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നഗരസഭ സ്വയം ഏറ്റെടുത്തു. സുരക്ഷിത എന്ന പദ്ധതി ഇവർക്ക് വേണ്ടി ആവിഷ്കരിച്ചതാണ്. ദൗർഭാഗ്യം കൊണ്ടുമാത്രം ജീവിതം താറുമാറായ ഈ പെൺകുട്ടികൾക്ക് സ്നേഹത്തോടുകൂടിയുള്ള കരുതലും ഒരു ജോലി നേടാനുള്ള കരുത്തും സമ്മാനിക്കുന്നതാണ് നഗരസഭ നടപ്പാക്കിയ സുരക്ഷിത എന്ന പരിപാടി. വിവാഹ ചൂഷണത്തിന് ഇരയായ 212 വനിതകൾക്ക് ഈ പദ്ധതി ആശ്വാസമേകുന്നു. ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, ആരോഗ്യപരിപാലനം, കേസ് നടത്തിപ്പ്, തൊഴിൽ പരിശീലനം എന്നിവ ഈ പദ്ധതിയുടെ പരിധിയിൽ വരുന്നു. എല്ലാവർക്കും വീട് എന്ന പദ്ധതിയിലൂടെ തലചായ്ക്കാനൊരു വീട് എന്ന പാവപ്പെട്ടവരുടെ സ്വപ്നം നഗരസഭ യാഥാർത്ഥ്യമാക്കി. സ്വന്തമായി സ്ഥലമുള്ള നഗരസഭയിലെ മുഴുവൻ പേർക്കും വീട് വെച്ച് നൽകി. രാസവളങ്ങളും കീടനാശിനികളും പ്രയോഗിച്ച വിഷമയമായ അന്യസംസ്ഥാന പച്ചക്കറികൾ നമുക്കിടയിൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പടർത്തുമ്പോൾ ആ അപകടം തിരിച്ചറിഞ്ഞ് നിലമ്പൂർ നഗരസഭ സമ്പൂർണ്ണ പച്ചക്കറി കൃഷിയിലേക്ക് ചുവടുവെച്ചു. നഗരസഭയിലെ 200 പച്ചക്കറി കർഷകരെ ഉൾക്കൊള്ളുന്ന ക്ലസ്റ്റർ രൂപീകരിച്ച് പച്ചക്കറി കൃഷി പരിശീലന ക്ലാസ് അടക്കമുള്ള പ്രവർത്തനങ്ങളും നടത്തി. 165 ഏക്കറിലാണ് ജൈവ പച്ചക്കറി കൃഷി നടക്കുന്നത്. ഇതിനു പുറമെ ഹൈടെക് ജൈവ പച്ചക്കറി കൃഷിക്കും ജൈവ നെൽകൃഷിക്കും നഗരസഭ തുടക്കം കുറിച്ചു കഴിഞ്ഞു. സാംസ്കാരിക രംഗത്ത് ഒരു പുത്തൻ ഉണർവ് സമ്മാനിക്കുന്നതായിരുന്നു നിലമ്പൂർ നഗരസഭയുടെ കഴിഞ്ഞ 5 വർഷങ്ങൾ. കാടിന്റെ മക്കളായ ആദിവാസി കുട്ടികൾ തീർത്ത സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആദിവാസി പൂക്കളവും 100 പേർ വീതം ചുവടുവെച്ച മെഗാ തിരുവാതിരക്കളിയുമായി നിലമ്പൂർ നഗരസഭയുടെ ഓണാഘോഷം ചരിത്രമായി.
നിലമ്പൂർ കാടുകളിൽ നിന്ന് ആദിവാസി ഗോത്ര വിഭാഗക്കാരെ ക്ഷണിച്ചുവരുത്തി ഗോത്ര സൗഹൃദം എന്ന പേരിൽ ഓണം ആഘോഷിച്ചു. എല്ലാവർക്കും ഓണക്കോടി നൽകി. 8000 പേർ പങ്കെടുത്ത ജനകീയ ഓണസദ്യയും വിളമ്പി നിലമ്പൂർ നഗരസഭ ചരിത്രം സൃഷ്ടിച്ചു. നിലമ്പൂർ കോവിലകം വേട്ടക്കരുമകൻ ക്ഷേത്രത്തിലെ ഐതിഹ്യ പെരുമയുള്ള പാട്ടുത്സവത്തെ നിലമ്പൂരിന്റെ സാംസ്കാരിക ഉത്സവമാക്കി മാറ്റിയ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ നാനാജാതി മതസ്ഥരുടെ സംഗമവേദി കൂടിയായി. ഏഴു സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ആദിവാസി കലാകാരന്മാരുടെ താളവാദ്യമേളങ്ങളും പാട്ടുകളും കളികളും കാണാൻ നിലമ്പൂർ കാട്ടിലെ ഗോത്ര സമൂഹം ഒന്നിച്ച് കാടിറങ്ങിയെത്തിയ ഉത്സവമായിരുന്നു നിലമ്പൂർ നഗരസഭ ആതിഥ്യമരുളിയ ദേശീയ ആദിവാസി കലോത്സവം. ഉൾക്കാടുകളിലെ ചോലനായ്ക്കർ ഉൾപ്പെടെയുള്ളവരെ പ്രത്യേക വാഹനങ്ങളിലെത്തിച്ച് ഭക്ഷണം നൽകി സ്വീകരിച്ചിരുത്തിയാണ് നഗരസഭ ആദരിച്ചത്. നിലമ്പൂരിന്റെ കാനന ഭംഗി ലോകശ്രദ്ധയിൽ കൊണ്ടുവരാൻ നഗരസഭ വനം വകുപ്പിന്റെയും ബിയോണ്ടിന്റെയും സഹകരണത്തോടെ 3 ദിവസത്തെ ആരണ്യക് നാഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ആദ്യത്തെ മേഖലാ ചലച്ചിത്രോത്സവത്തിന് ആതിഥ്യമരുളി ജനപങ്കാളിത്തം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും ചരിത്രം കുറിക്കാൻ നിലമ്പൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞു. നിലമ്പൂർ നഗരസഭയുടെ പ്രവർത്തന മികവിന് അംഗീകാരമായി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു. ആരോഗ്യ പ്രവർത്തന നേട്ടങ്ങൾക്ക് സംസ്ഥാനത്തെ മികച്ച നഗരസഭയ്ക്കുള്ള ആരോഗ്യ കേരളം പുരസ്കാരവും 10 ലക്ഷം രൂപയും, എല്ലാവർക്കും 10ാം ക്ലാസ് തുല്യതാ പദ്ധതിക്ക് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ അവാർഡ് എന്നിവ അവയിൽ ചിലതാണ്. നിലമ്പൂരിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ വിലയിരുത്തിയുള്ള പുരോഗമന പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് നഗരസഭ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തോടൊപ്പം പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും ഇതിലുണ്ട്. ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഹായങ്ങൾ തുടരേണ്ടതുണ്ട്. ദളിത് ആദിവാസി വിഭാഗങ്ങളിലെ പിഞ്ചോമനകളുടെ പ്രഭാത ഭക്ഷണം മുടങ്ങാൻ പാടില്ല. അവരുടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല. മൈസൂർ കല്യാണത്തിനും മറ്റു വിവാഹ ചൂഷണത്തിനും ഇരയായവരുടെ മക്കളുടെ പഠനവും ആരോഗ്യ സംരക്ഷണവും മുടങ്ങാൻ പാടില്ല. എല്ലാവർക്കും വീടെന്ന സ്വപ്ന പദ്ധതിയിലെ പാതി വഴിയിലെത്തി നിൽക്കുന്ന നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കണം. കമ്മ്യൂണിറ്റി കോളേജിലൂടെ പ്രതീക്ഷകൾക്ക് പുതുജീവൻ വെച്ച യുവതീ യുവാക്കളുടെ ഭാവി ശോഭനമാക്കണം. സമീക്ഷയിലൂടെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഡിഗ്രി എന്ന അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കണം. പാവപ്പെട്ടവർക്ക് സൗജന്യ മരുന്നുകൾ ലഭിക്കുന്നത് തുടരണം. വിശന്നു വലയുന്നവർ ഇല്ലാത്ത നഗരം ഇനി പുറകോട്ടു പോകാൻ പാടില്ല. സ്നേഹപ്പത്തായത്തിലൂടെ നൽകുന്ന മരുന്നും ഭക്ഷണവും വസ്ത്രവും തുടർന്നും അർഹരായവരുടെ കൈകളിലെത്തണം. അതുകൊണ്ടുതന്നെ നിലമ്പൂർ നഗരസഭയിൽ ഭരണ തുടർച്ച അനിവാര്യമാണ്. അതിനായി നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടവകാശം വിനിയോഗിച്ച് UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കൂ.